സെപ്റ്റംബർ 8 പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ജനന തിരുനാൾ. വിശുദ്ധരായ ജോവാക്കിമിൻ്റെയും ആനിയുടെയും കുട്ടിയായി ഡിസംബർ 8 നടന്ന ഇമ്മാക്കുലേറ്റ് ഗർഭധാരണത്തിന് 9 മാസങ്ങൾക്ക് ശേഷം സെപ്റ്റംബർ 8 പരിശുദ്ധ കന്യാമറിയം ജനിച്ചു. മേരിയുടെ ജനനത്തിന് ശേഷം ജെയിംസിൻ്റെ പ്രോട്ടോവാഞ്ചലിയം അനുസരിച്ച് ആനി പെൺകുഞ്ഞിൻ്റെ മുറിയിൽ ഒരു സങ്കേതമുണ്ടാക്കി. കുട്ടിയുടെ പ്രത്യേക വിശുദ്ധീകരണം പൊതുവായതോ അശുദ്ധമായതോ ഒന്നും അനുവദിച്ചില്ല. അവൾക്കൊരു വയസ്സുള്ളപ്പോൾ അവളുടെ പിതാവ് ഒരു വലിയ വിരുന്നൊരുക്കി. പുരോഹിതന്മാരുടെയും ശാസ്ത്രിമാരെയും മൂപ്പന്മാരെയും എല്ലാ ഇസ്രായേലരെയും ക്ഷണിച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ജോവാക്കിം കുട്ടിയെ പുരോഹിതന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നു. അവർ അവളെ അനുഗ്രഹിച്ചു. മേരിയുടെ മാതാപിതാക്കളും ക്ഷേത്രപുരോഹിതന്മാരും ചേർന്ന് അവളുടെ ജീവിതകാലം മുഴുവൻ അവളെ ദൈവത്തിന് സമർപ്പിത കന്യകയായി അർപ്പിക്കാനും മരപ്പണിക്കാരനായ ജോസഫുമായി ശുദ്ധമായ വിവാഹത്തിൽ ഏർപ്പെടാനും തീരുമാനിച്ചതെങ്ങനെയെന്ന് പ്രോട്ടോവാഞ്ചലിയം വിവരിക്കുന്നു. വിശുദ്ധ അഗസ്റ്റിൻ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ജനനത്തെ വിശേഷിപ്പിച്ചത് പ്രാപഞ്ചികവും ചരിത്രപരവുമായ പ്രാധാന്യമുള്ള ഒരു സംഭവമെന്നും യേശുക്രിസ്തുവിൻ്റെ ഉചിതമായ ആമുഖമെന്നുമാണ്. അവൾ വയലിലെ പുഷ്പമാണ്, താഴ്വരയിലെ വിലയേറിയ താമര വിരിഞ്ഞു എന്ന് അവൻ പറഞ്ഞു. പാപത്തെയും മനുഷ്യപ്രകൃതിയെയും കുറിച്ചുള്ള പാശ്ചാത്യ സഭയുടെ ഗ്രാഹ്യത്തെ ദൈവശാസ്ത്രം ആഴത്തിൽ രൂപപ്പെടുത്തിയ 4-ാം നൂറ്റാണ്ടിലെ ബിഷപ്പ് ഇപ്രകാരം പറയുന്നു: അവളുടെ ജനനത്തിലൂടെ നമ്മുടെ ആദ്യ മാതാപിതാക്കളിൽ നിന്ന് പാരമ്പര്യമായി ലഭിച്ച സ്വഭാവം മാറിയിരിക്കുന്നു.